അങ്ങനെ നമ്മുടെ തായ്ലൻഡ് ട്രിപ്പിൻ്റെ 5-ാമത്തെ ദിവസം നമ്മൾ ഇന്ന് ക്രാബിൽ നിന്ന് റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ട് ബാങ്കോക്കിന് പോവാണ് കേട്ടോ. നമ്മൾ ആ ഒരു ഡേ സേവ് ചെയ്യാനായിട്ട് ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് തന്നെയാണ് കേട്ടോ എടുത്തിരുന്നത്. 9 മണിയാകുമ്പോഴേക്കും നമ്മളിതാ ബാങ്കോക്ക് ലാൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഹോട്ടലിലേക്ക് പോകുന്ന വഴി തന്നെ ഈ എമറാൾഡ് ബുദ്ധയും ഗ്രാൻഡ് പാലസും കണ്ടിട്ട് പോകാനാണ് കേട്ടോ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. ബാങ്കോക്ക് വരുന്നവർ ഒരു കാരണവശാലും മിസ്സാക്കാൻ പാടില്ലാത്ത ഒന്നാണ് കേട്ടോ ഈ സ്വർണ്ണ കൊട്ടാരം. ഇതിൻ്റെ ടിക്കറ്റ് റേറ്റ് ഒരാൾക്ക് വരുന്നത് 500 ബാത്താണേ. ഒരുപാട് കെട്ടിടങ്ങളും അതിമനോഹരമായ നിർമ്മിതികളൊക്കെയുള്ള ഒരു കോംപ്ലക്സ് ആണ് കേട്ടോ ഇത്. ഇതിൻ്റെ അകത്ത് തന്നെയാണ് നമ്മുടെ എമറാൾഡ് ബുദ്ധ ടെമ്പിൾ ഉള്ളത്. ഇതുപോലുള്ള ചെറിയ ചെറിയ നിർമ്മിതികൾ ഒരുപാടുണ്ട് കേട്ടോ. ഓരോന്നിനും ഓരോ ഭംഗിയാണേ. ഇതിനകത്തോട്ട് കയറണമെങ്കിൽ ആരാണെങ്കിലും ഷോർട്സ് ഒന്നും ഇട്ടുകൊണ്ട് കയറാൻ പറ്റില്ല കേട്ടോ. അതുപോലെ സ്ലീവ്ലെസ് ഒന്നും ഇട്ടിട്ട് പോകാനും പറ്റില്ല. അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ എമറാൾഡ് ബുദ്ധ ടെമ്പിളുള്ളത് ഈ കോംപ്ലക്സിൻ്റെ അകത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് കയറണമെങ്കിൽ വേറെയും റെസ്ട്രിക്ഷൻ ഉണ്ട്. നമ്മൾ ഈ വെച്ചിരിക്കുന്ന ക്യാപ്പും ചെരുപ്പും ഒന്നും ഇട്ടുകൊണ്ട് നമുക്ക് അതിനകത്തേക്ക് കയറാൻ പറ്റില്ല. ഈ ഒരു പാലസ് കോംപ്ലക്സിലുള്ള ഒട്ടുമിക്ക കെട്ടിടങ്ങളും ഉണ്ടല്ലോ സ്വർണം പൂശിയെടുത്തിരിക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഓവറോൾ നോക്കുമ്പോൾ ഒരു സ്വർണ്ണമയമാണ് കേട്ടോ. അതുപോലെ ഇതിനകത്തുള്ള ഈ തൂണുകളൊക്കെ ഉണ്ടല്ലോ കല്ലും മുത്തും ഒക്കെ വെച്ചൊരു പ്രത്യേക രീതിയിലാണ് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത്. വല്ലാത്തൊരു ഭംഗിയാണ് കേട്ടോ അത് കാണാൻ. ഈ ഒരു ഗ്രാൻഡ് പാലസും എമറാൾഡ് ബുദ്ധ ടെമ്പിളും നമ്മളൊന്ന് പോയി കാണേണ്ട ഒന്ന് തന്നെയാണ്. ഇവിടെ ഇതുപോലെ മാർബിൾ കൊണ്ടുള്ള കുറച്ച് നിർമ്മിതികളുണ്ട്. അതുകൂടാതെ മുത്തും കല്ലും ഒക്കെ പിടിപ്പിച്ച് നല്ല ഉയരത്തിൽ ഇതുപോലുള്ള പ്രതിമകളും ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വർണം കണ്ട് കണ്ണ് മഞ്ഞളിക്കാമെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇതെല്ലാം കൂടെ കണ്ട് ആകെ ഒരു മഞ്ഞളിപ്പ് മയമായിരുന്നു കേട്ടോ. തായ്ലൻഡിലുള്ളതിൽ വെച്ച് ഏറ്റവും പവിത്രമായ ബുദ്ധക്ഷേത്രമായിട്ടാണ് കേട്ടോ ഈ എമറാൾഡ് ബുദ്ധ കണക്കാക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ എമറാൾഡ് ബുദ്ധ ടെമ്പിളിൻ്റെ സൈഡിലാണേ. ഇതിൻ്റെ ഭിത്തിയിലും അതുപോലെ ആ തൂണിലൊക്കെയുള്ള ആ ഒരു വർക്ക് ഉണ്ടല്ലോ അതിമനോഹരമാണ് കേട്ടോ. ബുദ്ധനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇതിൻ്റെ അകത്താണ്. നമുക്ക് കാണാം. ഇതാണേ ടെമ്പിളിൻ്റെ അകത്തേക്ക് വീഡിയോയോ ഫോട്ടോ ഒന്നും എടുക്കാനായിട്ട് അലൗഡ് അല്ല. ഈ എമറാൾഡ് ബുദ്ധ ടെമ്പിളിലുള്ള ബുദ്ധനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. സീസൺ അനുസരിച്ച് ഇതിലേതെങ്കിലും ഒരു രീതിയിലായിരിക്കും കേട്ടോ ബുദ്ധൻ ഇരിക്കുക. ഞങ്ങൾ ചെല്ലുന്നത് വിൻ്റർ ടൈമിലായതുകൊണ്ട് ഈ ഒരു രീതിയിലായിരുന്നു കേട്ടോ ബുദ്ധനെ ഡ്രസ്സ് ചെയ്തിരുന്നത്. ആ ടെമ്പിളിൻ്റെ അകത്തുണ്ടായിരുന്ന ആ ഒരു വർക്കിൻ്റെയൊക്കെ ഭംഗിയൊന്നും പറയാതിരിക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. അത്ര മനോഹരമായിരുന്നു. നമുക്ക് ഏതാണ്ട് 2-2.5 മണിക്കൂർ നേരത്തോളം കാണാനുള്ളതുണ്ട്. അപ്പോൾ നമ്മൾ ബുദ്ധ ടെമ്പിളൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് നമ്മൾ ചെല്ലുന്നത് ആ പാലസിൻ്റെ ഫ്രണ്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഒരു ഐസ്ക്രീം പാർലർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കിട്ടുന്ന ഈ ഒരു ഐസ്ക്രീമിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പാലസിൻ്റെ ഒരു ചെറിയ ഷേപ്പാണ്. നമ്മളെടുത്തത് കോക്കനട്ട് ഫ്ലേവർ ഐസ്ക്രീം തന്നെയാണ് കേട്ടോ. തായ്ലൻഡിൽ പോകുന്നവർ കോക്കനട്ട് ഫ്ലേവർ ഐസ്ക്രീം മിസ് ചെയ്യരുതേ. അപ്പോൾ നമ്മൾ നേരെ പോയി റൂമിലൊക്കെ ചെന്നൊന്ന് ഫ്രഷായി ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. ഹോട്ടലിന് തൊട്ടടുത്തൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ കയറി ഞങ്ങൾ 2 പേരും നല്ലൊരു താലി ഓർഡർ ചെയ്തേ. പിള്ളേർ 2 പേരും ഇന്നും എന്തായാലും നൂഡിൽസിൽ തന്നെയാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഷോപ്പിംഗ് ഏരിയയിലൊക്കെ ഒന്ന് പോയി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ദിവസം. അപ്പോൾ നാളത്തെ വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ കാണാം.